വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എല്ലാ പാർട്ടികൾക്കും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. LDF-ന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമായി മാറും നമ്മുടെ ഇന്ത്യ. കാരണം അവർക്ക് ഒരിടത്തും ഭരണമില്ലാത്ത സ്ഥിതിയിലേക്ക് വരും. UDF-ന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളതാണ്. കാരണം 2 ടേമായി അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. അവരുടെ സഖ്യകക്ഷികളെല്ലാം തന്നെ അതിന്റെ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ അവർക്ക് വന്നേ കഴിയൂ എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. BJP-യെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞ ശേഷം 2 ടേം അദ്ദേഹം ഇരുന്ന ശേഷം ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനത്തും BJP ശക്തമായിട്ടുള്ള സാന്നിധ്യമായി മാറി. എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഭരണം പിടിക്കുകയോ അല്ലെങ്കിൽ ഭരിക്കാനുള്ള ആ ഒരു വോട്ട് ഷെയർ നേടുകയോ ചെയ്തു. പല സംസ്ഥാനങ്ങളിലും അക്കൗണ്ട് തുറക്കാത്ത സംസ്ഥാനങ്ങളിൽ അക്കൗണ്ട് തുറന്നു. ചില സംസ്ഥാനങ്ങളിൽ 0-ൽ നിന്ന് ഭരണം പിടിച്ചു. എന്നാൽ കേരളത്തിലെ സ്ഥിതി ഇപ്പോഴും 0-ൽ തന്നെ നിൽക്കുകയാണ്. നരേന്ദ്രമോദിയുടെ 3ാമത്തെ ഈ ടേമിൽ എങ്കിലും കേരളത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ BJP-ക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും കഴിയില്ല എന്നുള്ളൊരു നിലയിലാണ് BJP-യും BJP പ്രവർത്തകരും നിൽക്കുന്നത്. അതിന് ശക്തമായിട്ട് തടയിടാൻ അപ്പുറത്ത് പല ആൾക്കാരും നിൽപ്പുണ്ട്. അതായത് പ്രതിപക്ഷ പാർട്ടികൾ നിൽപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിത്ത് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനെതിരെ വന്ന ആരോപണമൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത് പുറത്തു വന്നത്. കാരണം ഇന്ന് വോട്ടെടുപ്പാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് പുറത്തുവിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ, ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. പോരാത്തതിന് ഉച്ചയ്ക്ക് ശേഷം ഈ വാർത്ത രാവിലെ വരുന്നു. ഉച്ചയ്ക്ക് ശേഷം വരുന്ന വാർത്ത 2 കന്യാസ്ത്രീകളെ പിടിച്ച് പൊരിച്ചു തിന്നു ഉത്തരേന്ത്യയിൽ എന്നുള്ള വാർത്തകൾ വളരെ എന്താ പറയാ, വളരെ രസകരമായി, അതായത് എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കും പോലെയാണ് BJP-ക്കെതിരെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പൊ ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വോട്ട് ചെയ്യാനായിട്ട് എന്റെ ബൂത്തിലേക്ക് പോയപ്പോൾ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. കാരണം വോട്ടർമാർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. 2-2.5 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ ഒരാൾക്ക് വോട്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 6 മണിക്ക് പോയപ്പോൾ അവർ പറഞ്ഞു 7 മണിക്കേ പോളിംഗ് തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു. 7 മണിക്ക് അവിടെ എത്തിയപ്പോഴേക്കും വലിയ ക്യൂ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. എന്താണ് ഇത് നൽകുന്ന സൂചനകൾ? ഇപ്പോൾ തന്നെ, അതായത് ഇപ്പോൾ സമയം, നമ്മൾ ഇത് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 11:38 രാവിലെ. ഇപ്പോൾ തന്നെ 34% പോളിംഗ് കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണോ, അല്ലെങ്കിൽ BJP-യെ തടയുന്നതിനുള്ള സൂചനയാണോ, അതുമല്ലെങ്കിൽ LDF-നെ നിലനിർത്താനുള്ള സഖാക്കന്മാരുടെ പടാപ്പാടാണോ? അല്ല, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയരും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിന്റെ കാരണം BJP പല മണ്ഡലങ്ങളിലും ശക്തമായ ഒരു സാന്നിധ്യമായി മാറുന്നു. ഈ പാർട്ടികള് വളരെ ശക്തമാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മത്സരം ശക്തമാകുമ്പോൾ, ത്രികോണപ്പോരിലേക്ക് പോകുമ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ മാക്സിമം വോട്ടുകൾ ബൂത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. വലിയ രീതിയിലുള്ള പ്രചരണം നടത്തും. ആ വോട്ടുകളെ കൃത്യമാണ്, അതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു വലിയ തിരക്കാണ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ മേഖലകളിലാണ് ഈ ശക്തമായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നത്. കാരണം ഒരു നിശ്ചയദാർഢ്യമായിട്ട് ഇന്ന ഒരു ടീമിനെ ജയിപ്പിക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ കണ്ടുവരുന്നത് കാര്യം, എനിക്ക് ധനുഷ് നിയമമണ്ഡലത്തിലാണ്. അവിടെ ഈ മറുഭാഗത്ത് ഒരു വലിയ പോളറൈസേഷൻ നടക്കുന്നുണ്ട്, ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ അവിടെ ഉള്ള ഒരു ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ഇടങ്ങളിലൊക്കെ വളരെ സാവധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വോട്ടിംഗ് മെത്തേഡാണ് നമ്മൾ മുൻകാലങ്ങളിലെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അവരും വളരെ സജീവമായിട്ട് തന്നെ ഇതിലേക്ക് എത്തുന്നു. ഇതാണ് ഈ സമയത്ത് നിന്ന് കാണിക്കുന്ന പോളിംഗ് ശതമാനത്തിൽ കാണിക്കുന്നത്. ഒരു പക്ഷേ ഇത് 70-72 എത്തി നിന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിന്റെ ഒരു ടോട്ടൽ, കേരളത്തിന്റെ ടോട്ടലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ തന്നെ ഇത്രയാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. ഏതാണ്ട് ഈ പാലക്കാടൊക്കെ രാവിലെ തന്നെ 20% അത് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് ഈ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ഉള്ളത് കൊണ്ടാണ് അതൊരു കാരണം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഈ ഒരു വല്ലാത്ത ഒരു അടിയൊഴുക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ശോഭാ സുരേന്ദ്രനെതിരെ അത്തരത്തിൽ ഒരു വാർത്ത പടച്ചുവിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP സീറ്റ് പിടിക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് കൗതുകകരമായ കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് ഈ മാധ്യമങ്ങൾക്കും ഈ പ്രതിപക്ഷങ്ങൾക്കും ഒക്കെ ഒരു മണ്ഡലം നോക്കിയാൽ മതിയായിരുന്നു, നിയമമോ ഇല്ലെങ്കിൽ മഞ്ചേശ്വരം നോക്കിയാൽ മതിയായിരുന്നു. ഇന്നിപ്പോ അതല്ല കേരളത്തിന്റെ സ്ഥിതി. ഏതാണ്ട് 10-12 മണ്ഡലങ്ങളിൽ നല്ല മത്സരം തന്നെയാണ്. ജയിക്കുന്ന ഒരു വിന്നിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പൊ അതുകൊണ്ട് തന്നെ
ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. പക്ഷെ അത് നമ്മൾ ഇന്നലെ അവിടെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതൊരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു വിഷയമല്ലിത്. കാരണം അവിടെ ഇനി പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് അവരെ സംബന്ധിക്കുന്ന, അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവിടുത്തെ MLA തന്നെ ഒരു സ്ത്രീ പീഡനത്തിൽ പുറത്തു പോയിരിക്കുന്ന ഒരു നാടാണ്, ഒരു മണ്ഡലമാണത്. അവിടെ ഇപ്പൊ ഇരിക്കുന്ന കൗൺസിലർ തന്നെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് മുങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇനി അഥവാ പൈസ കൊടുത്തെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത കേസാണല്ലോ. ഇതുകൊണ്ടൊക്കെ പീഡനവും അഭിഹിത ഗർഭവും മാത്രം ചർച്ച ചെയ്തിരുന്ന ഒരു മണ്ഡലത്തിലേക്ക് ഒരു വികസന ചർച്ചയുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ. അതവിടെ എഫക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. എനിക്ക് തോന്നുന്നത് അത് ആ വാർത്ത കൊണ്ടിരുന്നത് പാലക്കാട് മാത്രം ലക്ഷ്യമാക്കിയിട്ടായിരുന്നില്ല. പകരം കേരളം മുഴുവൻ അതിനെ ഒരു ടാർഗറ്റ് ചെയ്യുക, BJP മുൾമുനയിൽ നിർത്തുക. പണ്ടൊക്കെ ഇത് സ്ഥിരമായി ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. BJP ഹൈ ടെൻഷനിലാക്കുക അവസാന നിമിഷം, ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൗതുകം എന്ന് വെച്ചാൽ കേരളത്തിലെ BJP നേതാക്കളൊന്നും ഇത് കയറി കൊത്തിയില്ല. ഈവൻ സുരേഷ് ഗോപി പോലും. കാരണം അദ്ദേഹമൊക്കെ ഇതിനൊക്കെ പോകുന്ന സ്ഥലത്തോട് തലവെച്ച് കൊടുക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ പ്രതികരണം എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം, എന്നെ നിങ്ങൾ ഒരുപാട് ടാർഗറ്റ് ചെയ്തു. ശരിയാണ്, നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഈ അവിടുത്തെ മാതാവിന് ഒരു കിരീടം ഇദ്ദേഹം കൊടുത്തു സുരേഷ് ഗോപി. ആ കിരീടം ആ പുറകിൽ നിന്ന് ക്യാമറമാൻ തട്ടിയിട്ടു. അത് പിന്നീട് അതിന്റെ വീഡിയോ പുറത്തു വന്നു. തട്ടിയിട്ടതിന് ശേഷം പ്രചരിപ്പിച്ച വാർത്ത എന്തായിരുന്നു? മാതാവിന് പോലും ഇഷ്ടപ്പെട്ടില്ല കൊടുത്തതെന്ന് പറഞ്ഞു. ആ തട്ടിയിട്ട വീഡിയോ പുറത്തു വന്നു. അത് ഒരു കേരളത്തിലെ പ്രമുഖ ചാനലിലെ ക്യാമറമാനായിരുന്നു. അത് പുറത്തു വന്നതിന് ശേഷം എന്താണ് പറഞ്ഞത്? ചെമ്പാണ് എന്ന് പറഞ്ഞു. ഒരാള് അയാളുടെ നേർച്ചയായിട്ടൊരു സ്ഥലത്ത് കൊടുക്കുന്ന സാധനം അത് എന്തു ആയിക്കോട്ടെ, അതിന് സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ കാര്യമില്ലല്ലോ. എന്റെ തികച്ചും വ്യക്തിപരമാണ്. അപ്പൊ ഞാൻ വെള്ളിയാണോ കൊടുക്കുന്നത്, സ്വർണ്ണമാണോ കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഞാനും ആ ദൈവവും തമ്മിലുള്ള കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഞാനും ആ ദൈവവും തമ്മിലുള്ള കരാറ്. അതിന് നാട്ടുകാരുടെ ഖജനാവിൽ നിന്നല്ല, ആരുടെ പിരിവെടുത്തിട്ടല്ല, ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുക്കുന്നത്. അതൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന കേസ് വന്നില്ലേ, അത് വന്നു. അങ്ങനെ അദ്ദേഹത്തിനെതിരെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം വന്നു. പക്ഷെ അതിനെ അതിജീവിച്ച, കാരണം ജനം എന്ന് പറയുന്നത് വെറും പൊട്ടന്മാരല്ല. കാരണം അവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം ഇതെന്താണ് പ്ലാൻ എന്ന്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മുമ്പ് ഈ മാധ്യമങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കുന്ന അജണ്ടകൾ പെട്ടെന്ന് ജനത്തിന് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സ്ട്രെങ്ത് ആയിരിക്കുന്ന സമയത്ത്, വളരെ സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ വന്ന നിമിഷ നേരം കൊണ്ട് പൊളിഞ്ഞടുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു നീക്കം നടക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്സ് കേരളത്തിൽ വിജയിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അദ്ദേഹത്തിനെ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്ത് കേരളം പോലെ സുരേഷ് ഗോപിയും BJP ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ജയിച്ചത് 75,000 വോട്ടിനാണ്. 1-2 വോട്ടിനാണ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതായത് ഈ ടാർഗറ്റ് ചെയ്തിട്ട് ഇതേപോലെ ശോഭാ സുരേന്ദ്രനെ ഈ തുടക്കം മുതൽ അതിനെ ടാർഗറ്റ് ചെയ്ത് അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നു. പക്ഷെ അതൊരു വിഷയമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമായി ഇല്ലാന്ന് മാത്രമല്ല, അതെനിക്ക് തോന്നുന്നു പുറത്തു നിൽക്കുന്ന പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന മണ്ഡലത്തിലെ BJP-ക്കാരെ മാത്രമേ അത് ഹർട്ട് ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് BJP-ക്കാർക്കിടയിൽ വലിയൊരു വൈരാഗ്യം സൃഷ്ടിക്കാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് വലിയ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. ഇനി ഒരുപക്ഷെ ഈ ഒരു വിഷയം കുറഞ്ഞ പക്ഷം ചിലയിടത്തെങ്കിലും ഇടതുപക്ഷത്തിനും ഗുണകരമായി മാറുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസിനോടുള്ള വൈരാഗ്യം BJP ജയിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ ആ വോട്ട് CPM-ന് മറിച്ചു കൊടുത്തുകൊണ്ട് ഇവരോടുള്ള പ്രതികാരം ഒരുപക്ഷെ ഈ പറയുന്ന മിത്രങ്ങൾ ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത്രത്തോളം അവർക്ക് അതൊരു വൈരാഗ്യം ജനിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഇലക്ഷൻ ടൈമിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പ്രവർത്തകരെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ആ പണിയാണ് ഇന്നലെ മീഡിയ വൺ ചാനലും കോൺഗ്രസ് പാർട്ടി എടുത്തത്. BJP എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തെ ഒന്ന് ഉണർത്തിയെടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അവർക്കൊരു വൈരാഗ്യമാണ് ഈ സാധനത്തോട്. ആ വൈരാഗ്യത്തിന്റെ ഗുണഭോക്താക്കൾ കുറച്ചിടത്ത് BJP ആയിരിക്കും, കുറച്ചിടങ്ങളിൽ അത് CPM ആകാനുള്ള സാധ്യതയാണ്. കാരണം അങ്ങോട്ടേക്ക് ഇതിൽ കാരണം ഇത് കോൺഗ്രസിലേക്ക് പോവില്ല. അതായത് ചുമ്മാ ഇരുന്നിടത്ത് എവിടെയൊക്കെ ചുണ്ണാമ്പ് തേച്ചെന്ന് പറഞ്ഞതിനൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ. ഇത് പലയിടത്തും ഈ വോട്ട് ഷിഫ്റ്റിംഗ് നടക്കാനുള്ള സാധ്യതകൾ പലയിടത്തും കാണുന്നുണ്ട്. കാരണം BJP മൂന്നാമതും ദുർബലമായി. പക്ഷെ BJP സംബന്ധിച്ചൊരു കാര്യം ആലോചിക്കണം, 83 നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് 15,000-ന് 20,000-ന് അടുത്ത് വോട്ടുണ്ട്, വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് കൃത്യമായി തന്നെ ഉള്ളൊരു കേഡർ വോട്ടാണ് അത് അവർക്ക് അതിനകത്ത് കുറച്ച് മാത്രം എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്താൽ പോലും 2,000-3,000 ഒക്കെ ഷിഫ്റ്റ് ചെയ്താൽ പോലും മറ്റേ പാർട്ടികൾക്ക്
ജയവും തോൽവിയൊക്കെ നിശ്ചയിക്കാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ്. ഏതായാലും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJP സംബന്ധിച്ച് ഗുണപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ അവരുടെ പരിവാരങ്ങൾ മൊത്തം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ഊർജ്ജസ്വലമായിട്ട്, കാരണം എന്താണ് അത് ഞങ്ങൾക്ക് ജയിക്കണം എന്നൊരു ചിന്ത അവർക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ചില സ്ഥലങ്ങളിലെ ഗുണം LDFന് തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുന്നത്. കാരണം ഇവരിനി ജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇത് കാണേണ്ടി വരും. അതുപോലെ ഒരു മതം വലിയ രീതിയിൽ തന്നെ അവസാന നിമിഷത്തിലേക്ക് വന്നപ്പോൾ സ്വാധീനം ഈ കേരളത്തിൽ ചെലുത്തിയിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് സംഘടിത ന്യൂനപക്ഷങ്ങൾ UDFനെ അധികാരത്തിൽ ഏറ്റാൻ നടത്തുന്ന പരസ്യമായിട്ടുള്ള ആഹ്വാനങ്ങൾക്കെതിരെ ഇപ്പുറത്തെ ഭാഗത്ത് വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു വലിയ പോളറൈസേഷൻ നടന്നു. ഇതാണ് ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് ഈ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ശതമാനങ്ങളും ഓരോ മണ്ഡലത്തിലും, പ്രത്യേകിച്ച് ത്രികോണ പോര് നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ വോട്ടിംഗ് പെർസെന്റേജ് വെച്ചിട്ട് നമുക്ക് നാളെയോ മറ്റും വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.